ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിൻ്റെ 17 വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ 38:17. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. നമ്മുടെ ചിന്താവിഷയം കയ്പ് എന്നുള്ളതാണ്. കയ്പ്, കാഞ്ഞിരത്തിൻ്റെ കയ്പ്, മാറായിലെ കയ്പ്, ആ വെള്ളത്തിൻ്റെ കയ്പ് അത്യന്തം വേദനാകരമായിരുന്നു, അസഹ്യമായിരുന്നു, പ്രയാസമായിരുന്നു, കുടിക്കാൻ പറ്റിയില്ല. മരുഭൂമിയിൽ കൂടി പോയ ജനത്തിന് വെള്ളം കിട്ടി. വെള്ളമില്ലാത്ത മരുപ്പറമ്പിൽ വെള്ളം ധാരാളമായി കിട്ടി. തടാകത്തിൽ വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്നത് പോലെ മരുഭൂമിയുടെ നടുവിൽ അവർക്ക് വെള്ളം കിട്ടി. പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു, കയ്പുള്ള വെള്ളം. പ്രതീക്ഷിച്ചത് ഓടിച്ചെന്ന് കുടിക്കാൻ കൈക്കുമ്പിൾ കോരിയെടുത്തത് നല്ല വെള്ളമാണെന്ന് വിചാരിച്ചാണ് കുടിക്കാൻ തുടങ്ങിയത്. പക്ഷേ കയ്പുള്ള വെള്ളമായി പോയി. കയ്പ് എന്നു പേരുള്ള കാഞ്ഞിരം എന്നു പേരുള്ള ഒരു നക്ഷത്രം അങ്ങ് ബഹിരാകാശത്ത് ഭൂമിയിലേക്ക് ഒന്ന് വീഴുന്നതായി യോഹന്നാൻ ശ്ലീഹ പത്മോസിൽ വെച്ച് കണ്ടു. വരാൻ പോകുന്ന കാര്യം ദർശനത്തിൽ കണ്ടു. കാഞ്ഞിരം എന്ന നക്ഷത്രം, കയ്പ്. ആ നക്ഷത്രം വീണപ്പോൾ ഭൂമിയിലുള്ള സകല ജലരാശികളിലും 1/3 കയ്പായി തീർന്നു. മനുഷ്യരൊക്കെയും വലിയ വേദനയിലും കഷ്ടത്തിലുമായി പോകുന്നു. വരാൻ പോകുന്ന കാര്യമാണ് കയ്പ്. കയ്പേറിയ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് കയ്പ്. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും, എനിക്കും മനസ്സിലാകും. കാരണം കയ്പുള്ളതാണ് നമ്മുടെ ജീവിതം. നാം പലരും കയ്പേറിയ അനുഭവത്തിൽ കടന്നു പോകുന്നവരാണ്, അല്ലേ? എന്തെല്ലാം കയ്പേറിയ അനുഭവങ്ങളാണ് നമുക്കുണ്ടായത്. ജനിച്ച അന്ന് മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ കയ്പല്ലായിരുന്നു നമ്മുടെ ആകത്തുക, ദുരിതമല്ലായിരുന്നു. നാം മധുരമെന്ന് വിചാരിച്ച് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കയ്പാണ് എന്ന്. കയ്പേറിയ അനുഭവങ്ങൾ, ദുരിതപൂരിതമായ അനുഭവങ്ങൾ, യാതനാഭരിതമായ അനുഭവങ്ങൾ, കഷ്ടത തിങ്ങിയ അനുഭവങ്ങൾ, കുടുംബത്തിൽ സ്വൈര്യമില്ലാതെ കലഹവും അസഹ്യമായ വഴക്കും പിണക്കവും ഗർജനവും ഒട്ടഹാസവും എല്ലാമായി കുടുംബജീവിതം കലങ്ങിപ്പോയ അനുഭവങ്ങൾ, കയ്പേറിയ അനുഭവങ്ങൾ. വളരെ പ്രതീക്ഷയോടെ ഒരു വിവാഹം കഴിച്ചു, പക്ഷേ ആ വിവാഹ ജീവിതം തകരുന്നു, കയ്പേറിയ അനുഭവം. വളരെ ആശയോടെ ഒരു കുഞ്ഞുണ്ടാകാൻ കാത്തിരുന്നു, കുഞ്ഞുണ്ടായി, പക്ഷേ ആ കുഞ്ഞിൻ്റെ ആയുസ് തുടരാൻ പറ്റിയില്ല, കയ്പേറിയ അനുഭവം. എപ്പോഴോ ഒരു സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, യൗവനത്തിൻ്റെ നല്ല പ്രായത്തിൽ അങ്ങ് ഭർത്താവൻ കടന്നുപോയി. ഒറ്റയ്ക്ക് ഏകാഗിയായി കരയുന്ന ഭാര്യയുടെ അനുഭവം, കയ്പേറിയ അനുഭവം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നനച്ചിരിയാത്ത അത്യാഹിതങ്ങൾ വരുന്നു. പെട്ടെന്നുള്ള ഒരു വാഹനാപകടമായിരിക്കും, കയ്പേറിയ അനുഭവം. ആളങ്ങ് പോയി, പിന്നെ കാണാൻ കിട്ടുന്നില്ല, അപ്പുറത്ത് ലോകത്തേക്ക് കടന്നുപോയി കഴിഞ്ഞു. കയ്പേറിയ അനുഭവം. നനച്ചിരിയാത്ത ആഘാതങ്ങൾ, ചിന്തിക്കാത്തതായ, ആകസ്മികമായി വരുന്ന, അവിചാരിതമായി വരുന്നതായ അനേകം ദുർഗതികൾ, കഷ്ടപ്പാടുകൾ, വേദനാ വിഷയങ്ങൾ, കയ്പേറിയ അനുഭവങ്ങൾ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് എണ്ണി കാണാൻ പറ്റും. കയ്പേറിയ അനുഭവങ്ങൾ. എനിക്ക് എന്തെല്ലാമാണ് കയ്പേറിയ അനുഭവം ഉണ്ടായത്, ചിന്തിച്ച് നോക്കാം. നാം വളരെ പ്രതീക്ഷയോടെ ഒരാളുടെ അടുക്കൽ ചെന്നു, പക്ഷേ ആളിൽ നിന്ന് നമുക്ക് കയ്പേറിയ അനുഭവമാണ് കിട്ടിയത്. കയ്പേറിയ അനുഭവങ്ങൾ. ഇങ്ങനെയുള്ളതായി അനുഭവങ്ങളിൽ വലയുന്ന മനുഷ്യൻ അവൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ? വൈ ദീസ് സഫറിങ്സ്? എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ? മനുഷ്യന് ഈ കഷ്ടത വരുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കുകയാണ്. അനേകരും ഉറക്കെ ചിന്തിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് കഷ്ടതകൾ? മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ വരുന്നത്? എന്തും കരച്ചിലല്ലേ ഉള്ളു കർത്താവേ, എന്താണ് ഇതിങ്ങനെ വരുന്നത്? നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ എൻ്റെ അമ്മയുടെ 30ാമത് വയസ്സിൽ വിധവയായി തീർന്നപ്പോൾ എനിക്കന്ന് 1 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അപ്പം മരിക്കുമ്പോൾ അമ്മ പലപ്പോഴും ഇത് കരയാറുണ്ട്, നെഞ്ചത്തടിച്ച് വിളിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ എന്ത് മഹാഭാവം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വന്നതെന്ന്. കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അമ്മയുടെ തലയിലായി. എന്ന് 30 വയസ്സേ ഉള്ളൂ അമ്മയ്ക്ക്. ഞാനും എൻ്റെ പെങ്ങളും മാത്രം. പിന്നെ 5 മരണം നടന്ന വീടാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ അപ്പൻ മരിച്ചു എനിക്ക് 1 വയസ്സുള്ളപ്പോൾ. 2 വയസ്സുള്ളപ്പോൾ ഒരു ചേട്ടൻ മരിച്ചു. ചേട്ടന് 13 വയസ്സ് പ്രായം. അമ്മ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു. അങ്ങനെ 5 മരണം. എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ദുരിതം ഇങ്ങനെ വരുന്നു?
വളരെ വേദനയോടെ അമ്മ ചോദിച്ചിട്ടുണ്ട്. അമ്മ കരയുമ്പോൾ ഞാനും കരഞ്ഞിട്ടുണ്ട്, പെങ്ങളും കരഞ്ഞിട്ടുണ്ട്. കരയാനായിരുന്നു ഞങ്ങളുടെ ജീവിതം, കരച്ചിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഒരുപക്ഷേ ആ കരച്ചിലൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഞാൻ ദൈവത്തെ അന്വേഷിച്ചത്, അഥവാ ദൈവം എന്നെ തേടി വന്ന് എന്നെ പിടികൂടിയത്. എനിക്ക് ദൈവം വേണമായിരുന്നു, കൂടിയേ കഴിയായിരുന്നുള്ളൂ. ചിലർക്കെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. 17 വയസ്സ് പ്രായത്തിൽ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞ് 1 വർഷമേ ആയുള്ളൂ. അന്ന് ഞാനൊരു വചനം കേട്ടു, പ്രസംഗം കേട്ടു. തീർത്തും നിരാശനായിട്ടാണ് ഞാൻ പോയിരുന്നത്. മനസ്സറിഞ്ഞ് ഞാനൊരു പാവം ചെയ്തിട്ടില്ല, പ്രകടമായ പാവങ്ങളൊന്നും. സാധാരണ പാവം എന്ന് പറയുന്നത് മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, മോഷണം, കവർച്ച, പിന്നെ കുറച്ചുകൂടി പരത്തി പറഞ്ഞാൽ പുകവലി, ഇതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് പള്ളിയിൽ പോകും, 2 നേരം നമസ്കാരമുണ്ട്, വളരെ ചിട്ടയാണ്. നോമ്പ് നമസ്കാരം ഇതെല്ലാം ചിട്ടയായിട്ടാണ്. പള്ളിയിൽ അവിടെ ആത്മീയ കാര്യങ്ങളുടെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ എൻ്റെ ജീവിതത്തിൽ അകത്ത് പാവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അകത്ത് പാപമുണ്ടെന്ന് അറിഞ്ഞത് ഒരു പുതിയ യാഥാർത്ഥ്യമായിരുന്നു, പുതിയൊരു കാഴ്ചപ്പാടായിരുന്നു. അകത്ത് ദ്രവ്യാഗ്രഹവും ചിലരോടുള്ള നല്ല നീരസവും കയ്പും, ഹൃദയത്തിൽ വൈരാഗ്യവും പകയും, ഹൃദയത്തിൽ വിദ്വേഷവും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. ഇതൊന്നും പാവമായിട്ട് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ ദൈവം കൃപ ചെയ്ത് ദൈവത്തിൻ്റെ വചനം ലഭിച്ചപ്പോൾ എൻ്റെ അകക്കണ്ണ് തുറന്നു. അകക്കണ്ണ് തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പൻ മരിച്ചത് നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. പക്ഷേ എനിക്ക് കർത്താവ് അത് നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി തന്നു. നഷ്ടം തന്നെയാണ്, തീരാ നഷ്ടമാണ്. പക്ഷേ ആ തീരാ നഷ്ടം ദൈവം നന്മയ്ക്കാക്കി മാറ്റി തന്നു. എങ്ങനെ? എനിക്ക് ദൈവം വേണമായിരുന്നു. എനിക്ക് ആരുമില്ല, ഞാൻ അനാഥനായിപ്പോയി. ആരുമില്ല, എനിക്ക് ഒന്ന് സഹായം ചോദിക്കാൻ ആരുമില്ല, ഒരഭിപ്രായം ചോദിക്കാൻ ആരുമില്ല, എന്നെ കാര്യങ്ങൾ പറഞ്ഞ് നടത്താനോ സഹായിക്കാനോ ആരുമില്ല. ഭൗതികമായ രീതിയിൽ സഹായിക്കാൻ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനും അപ്പൻ്റെ അനുജന്മാരും ഉണ്ടായിരുന്നു, വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കൊരു ബലം തരാൻ ആരുമില്ല. ഞാൻ അനാഥനായിപ്പോയി. 1 വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അപ്പനെ കണ്ട ഓർമ്മ പോലുമില്ല, എൻ്റെ ചേട്ടനെ കണ്ട ഓർമ്മയുമില്ല. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ മരിക്കുന്നത്, കണ്ട ഓർമ്മയില്ല. ഞാൻ അനാഥനായിപ്പോയി എന്നുള്ള ചിന്ത എന്നെ എന്നും അലട്ടിക്കൊണ്ടിരുന്നു, എന്നെ വലയം ചെയ്തിരുന്നു, കഷ്ടതയായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ദൈവദാസൻ, അന്ന് ഞങ്ങളുടെ പള്ളിയിൽ വന്ന് വചനം പറയാൻ വന്ന ഒരു ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയ്ക്ക് പുറത്ത് അശുദ്ധിയില്ല, ദുർഗന്ധമില്ല. കല്ലറയ്ക്കകത്ത് അശുദ്ധിയുണ്ട്, ദുർഗന്ധമുണ്ട്. കാരണം ലാസറിൻ്റെ ഡെഡ് ബോഡി അത് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു, നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് നീക്കാൻ കർത്താവ് പറഞ്ഞു. മാർത്ത ചാടി പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല, നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞു. നിൽക്കാൻ പറ്റില്ല, നമുക്ക് ആർക്കൂടെ നിൽക്കാൻ പറ്റുകയില്ല, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന്. അദ്ദേഹം ആ ഭാഗം വിവരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ പള്ളിയകത്ത് വന്നിരിക്കുന്ന നിങ്ങളിൽ അനേകം പേര് പുറമേ അശുദ്ധിയുള്ളവരല്ല, പക്ഷേ അകമേ അശുദ്ധ ചിന്തകളുള്ളവരാണ്, അശുദ്ധ ആഗ്രഹങ്ങളുള്ളവരാണ്, മ്ലേച്ഛമായ മോഹങ്ങളുള്ളവരാണ്. പുറമേ അഴുക്കൊന്നുമില്ല, പുറമേ മാന്യതയുള്ളവരാണ്, പുറമേ പ്രകടമായ പാവപ്രവൃത്തിക്ക് പോകുന്നവരല്ല. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുവരെയും ഞാൻ നിരാശയിലിരിക്കുകയായിരുന്നു. എനിക്കെന്ത് പ്രസംഗം കേട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ ഭക്തിയോടെ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ആത്മീയമായ കാര്യങ്ങൾ അറിയാം, വേദവസ്തു അറിയാം. അതുകൊണ്ട് ആ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഒരു അഹന്ത എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു, എല്ലാം അറിയാമല്ലോ എന്ന്. എന്നാൽ ഇദ്ദേഹം ഈ അകത്തെ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴേക്കും ഞാൻ വിറച്ചു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട്, എനിക്കങ്ങ് തോന്നിപ്പോയി എൻ്റെ നേരെ കൈ ചൂണ്ടുകയാണെന്ന്. ലാസറേ പുറത്തു വരിക എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞെട്ടിപ്പോയി ഞാൻ തല താഴ്ത്തി. ഞാനവിടെ വെച്ച് പറഞ്ഞു, കർത്താവേ, കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നുപോയി എന്നെ നീ സ്നേഹിച്ച് എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നത് എനിക്ക് കാണിച്ചു തന്നല്ലോ, മരിച്ച ആത്മാവിന് ജീവൻ തരാൻ നീ വന്നിരിക്കുന്നല്ലോ. കർത്താവേ, നിനക്ക് സ്തുതി. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അവിടെ ആ പള്ളിയകത്തിരുന്നു കൊണ്ട്
എൻ്റെ 17-ാമത്തെ വയസ്സിൽ പറഞ്ഞ വാക്ക് സ്വർഗം കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് സമാധാനത്തോടെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം കർത്താവ് തുറന്നു തന്നു. പിന്നെ അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. അത്ഭുതങ്ങൾ, അതിശയങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭർത്താവ് മരിച്ചതുകൊണ്ട് നിരാശയിലിരിക്കുന്ന ഭാര്യമാരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഭാര്യ മരിച്ചു പോയതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഭർത്താക്കന്മാരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അല്ല, വിവാഹ ജീവിതം സ്തംഭിച്ചു പോയതുകൊണ്ട് ഡൈവോഴ്സിൽ അവസാനിച്ച്, വിവാഹമോചനത്തിൽ അവസാനിച്ച് ദുരിതത്തിലായിരിക്കുന്ന ആരെങ്കിലും യുവാക്കളെ കേൾക്കുന്നുണ്ടോ? ആറ്റുനോറ്റ് കിട്ടിയ മക്കൾ മരിച്ചു പോയതിൽ ഹൃദയം നൊന്ത് കരയുന്നവരിപ്പുണ്ടോ? വലിയൊരു കടം വന്ന് പ്രയാസത്തോടിരിക്കുന്നവരുണ്ടോ? വേദപുസ്തകം പറയുന്നു, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. കയ്പേറിയ അനുഭവങ്ങളിലൂടെ പോയവരോട് കരുണയുള്ള കർത്താവിനെ ഈ രാത്രി അറിയിക്കാനുള്ളത്, മകനേ, നിനക്ക് ഈ വന്ന കയ്പേറിയ അനുഭവങ്ങളെല്ലാം മാറ്റി മാറ്റി രൂപാന്തരപ്പെടുത്തി നിനക്ക് നന്മയ്ക്കാക്കി തീർത്തു തരുവാൻ ജീവനുള്ള ക്രിസ്തു ശക്തനാണെന്ന് നീ വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിന് കഴിയും നിൻ്റെ ജീവിതത്തിൽ ഈ കയ്പ് മാറ്റിത്തരാൻ. നിൻ്റെ ജീവിതത്തിൽ അനാഥത്വം മാറ്റിത്തരാൻ ക്രിസ്തുവിന് കഴിയും. എനിക്ക് ആരോരുമില്ലെന്ന് പറഞ്ഞ് നീ കരയേണ്ട. ഞാൻ ഏകാഗിയായിരിക്കുന്നു പറഞ്ഞ് നീ കരയേണ്ട. എനിക്ക് ആരുമില്ല എന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട. നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അരികിലേക്ക് വരികയാണ്. വേദസാക്കുളക്കരയിൽ 38 ആണ്ട് അവിടെ കിടന്നിരുന്ന രോഗിയായ മനുഷ്യൻ, അവൻ്റെ ഈ നിലവിളി എനിക്ക് ആരുമില്ല എന്നാണ്. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. വെള്ളത്തിൻ്റെ കലക്കം കാത്തുകൊണ്ട് അനേകരൊന്ന് കിടപ്പുണ്ട്. ആദ്യം ഇറങ്ങുന്നയാൾക്ക് രോഗസൗഖ്യം കിട്ടും. എന്നാൽ അവൻ പറയുന്നു, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കട്ടെ, അങ്ങനെ തുറന്നു പറഞ്ഞോട്ടെ, നമ്മൾ അനേകം പേര് ഏകാഗികളാണ്. അനേകം പേര് വീട്ടിൽ എല്ലാം ഉണ്ട്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, ചുറ്റുപാടുകളെല്ലാം ഉണ്ട്, നല്ല വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഒറ്റയ്ക്കാണ് നിങ്ങൾ. ഏകാഗികളാണ് പലരും. തന്നെത്താൻ ചുരുങ്ങുമ്പോൾ നെടുവീർപ്പേ ഉള്ളൂ. തന്നെത്താൻ ഇരിക്കുമ്പോൾ സങ്കടമേ ഉള്ളൂ. എന്തെല്ലാം ഓർത്തുള്ള സങ്കടങ്ങളാണ്. ജീവിതത്തിൽ സമാധാനമില്ല അനേകർക്കും. എവിടെയുണ്ട് സമാധാനം? എവിടെയുണ്ട് സ്വസ്ഥത? ദൈവത്തിന് സ്തോത്രം. 21 വയസ്സായ ഒരു പെൺകുട്ടി, ഹോളിവുഡിലെ പ്രസിദ്ധ സിനിമാ താരം മെർലിൻ മൺറോ, 21 വയസ്സേ ഉള്ളൂ. ലോകസുന്ദരിയായിരുന്നു. അവൾ വിവാഹം കഴിക്കാൻ അനേകർ ആഗ്രഹിച്ചു, അനേകം പ്രഭുക്കന്മാരെ ആഗ്രഹിച്ചു. അവൾ ആർക്കും വഴിപ്പെട്ടില്ല. കോടിക്കണക്കിന് സ്വത്തിൻ്റെ അധിപതിയാണ് അവൾ. സുന്ദരിയായ സിനിമാ താരം. അവൾ ഒരു ദിവസം ഒരു സിറ്റിയിൽ, ന്യൂയോർക്കിലാണെന്ന് തോന്നുന്നു, സിറ്റിയിൽ അവൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ 5-ാം നിലയിലേക്ക് ലിഫ്റ്റിൽ കയറി. അവൾ ഓടിച്ചുകൊണ്ടുവന്ന കാറ് താഴെ ഇട്ടിട്ട് അവിടെ ചെന്നു. ആഭരണക്കടയാണ്. ആഭരണക്കടയിൽ നിന്ന് അവൾ ഒരു ആഭരണം വാങ്ങി, രത്നാഭരണം വാങ്ങി. കൊടുത്തത് നമ്മുടെ ഇന്ത്യൻ കറൻസി 5 ലക്ഷം രൂപയ്ക്ക് തുല്യമായ $. കൊടുത്തു. അവൾ ആ ആഭരണവും വാങ്ങിച്ചുകൊണ്ട് അവൾ ദ്രുതഗതിയിൽ ചാടി ഇറങ്ങി. അവൾ വന്നു, കാറിൽ കയറി, അവൾ ഓടിച്ചു പോയി. അവളുടെ ഫ്ലാറ്റിൽ ചെന്നു, താമസിക്കുന്നിടത്ത് ചെന്നു. വേലക്കാരിയുണ്ട്. വേലക്കാരി പറഞ്ഞു, എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു, സുഖമില്ല, ഒന്ന് അല്പം കിടന്നോട്ടെ, എന്നിട്ട് ആഹാരം കഴിക്കാം. ഞാൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ നീ എന്നെ വിളിക്കണ്ട. എഴുന്നേറ്റ് വന്നില്ല. രാത്രി വളരെ വൈകി എഴുന്നേറ്റ് വന്നില്ല. വേലക്കാരി കുറേ നേരം കാത്തിരുന്നു, എഴുന്നേറ്റ് വന്നില്ല. മുട്ടണമെന്ന് തോന്നിയില്ല, കാരണം വിളിക്കേണ്ടെന്നാണല്ലോ പറഞ്ഞത്. പിറ്റേന്ന് രാവിലെയായി, സമയം കുറച്ച് കഴിഞ്ഞു, എഴുന്നേറ്റ് വരുന്നില്ല. വാതിൽക്കൽ മുട്ടി നോക്കി, എഴുന്നേറ്റ് വരുന്നില്ല. അടുത്ത ഫ്ലാറ്റിലുള്ളവരെല്ലാം വേഗം ക്ഷണിച്ചു വരുത്തി, വിളിച്ചു വരുത്തി. എന്നിട്ട് വന്നു, ബലം പ്രയോഗിച്ച കതക് തട്ടി തുറന്നപ്പോൾ അവിടെ വെറും തറയിൽ ഈ സുന്ദരിയായ സിനിമാ താരം മരിച്ചു കിടക്കുന്നു. അവളുടെ ഡെഡ് ബോഡിക്ക് അരികത്ത് ഒരു കടലാസ് കഷ്ണം, ഐ എം കമ്മിറ്റിങ് സൂയിസൈഡ്, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഐ ഹവ് നോ പീസ് ഇൻ മൈൻഡ്, എനിക്ക് മനസ്സിൽ സമാധാനമില്ല. മൈ ലോൺലിനെസ് ഈസ് ഇൻടോളറബിൾ, എൻ്റെ ഏകാന്തത അസഹ്യമാണ്. നോക്കൂ, എത്രയോ ചെറുപ്പക്കാരവളുടെ പിന്നാലെ നടന്നു. എത്രയോ ആളുകൾ അവളെ, ഏറ്റവും സുന്ദരിയായ സിനിമാ താരം അവളുടെ സിനിമയെ പ്രശംസിച്ചു, അവളെ ആരാധിക്കുന്ന പോലെയായിരുന്നു അനേകർ. പക്ഷെ അവൾ പറയുന്നു, ഞാൻ ഏകാഗിയാണ്. മൈ ലോൺലിനെസ് ഈസ് ഇൻടോളറബിൾ. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഹൃദയത്തിൽ എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്തയോടെ, എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ഏകാഗിതര വേദനയോടെ ഇരിക്കുന്ന അനേകരുണ്ട് ഈ ലോകത്ത്. നിങ്ങളും ചിലർ ഒരുപക്ഷെ എങ്ങനെ ആയിരിക്കാം. എന്നാൽ നിങ്ങൾ കേൾക്കൂ,
നീ ഏകാഗിയായിരിക്കാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ഞാൻ നിൻ്റെ കൂടെ വരാമെന്നാണ് കർത്താവ് പറയുന്നത്. മോനെ, നിനക്കത് പോരെ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഞാൻ പോരെ നിനക്ക്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസ്ലീഹായ്ക്ക് രോഗമുണ്ടായിരുന്നു. നിരന്തരം കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന രോഗമാണെന്നാണ് വേദവ്യാഖ്യാതാക്കൾ പറയുന്നത്. നിരന്തരം കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജോലി ചെയ്യണം, കൂടാരപ്പണി ചെയ്യണം, വലിയ പ്രയാസം. കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പൗലോസ്ലീഹ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ രോഗം ഒന്ന് മാറ്റി തരാമോ? വളരെ പ്രയാസമാണല്ലോ. കർത്താവ് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ ദീ. എൻ്റെ കൃപ നിനക്ക് മതി. മതി മോനെ, മതി. ഞാൻ നിൻ്റെ കൂടെ ഇരുന്നാൽ പോരെ? ആ രോഗം അവിടെ ഇരിക്കട്ടെ, ഞാൻ കൂടെ ഇരുന്നാൽ പോരെ? ദൈവത്തിന് സ്തോത്രം. കൈപ്പേറിയ അനുഭവങ്ങൾ. ഇവിടെ നാം വായിക്കുന്നത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു എന്നാണ്. സമാധാനമാണ് കിട്ടുന്നത്. ആരാണിത് പറഞ്ഞത്? ഹിസ്കിയ രാജാവാണ് പറഞ്ഞത്. അക്കാലത്ത് ഇന്നത്തെ പോലല്ല. അന്ന് ഇസ്രായേൽ ജനത്തിന് പ്രവാചകന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, രാജാവും ഉണ്ടായിരുന്നു. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് എന്ന 3 ഭരണകേന്ദ്രങ്ങൾ. പ്രവാചകൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് വാങ്ങിച്ച് പറഞ്ഞു കൊടുക്കും, രാജാവിന് പറഞ്ഞു കൊടുക്കും, രാജാവിന് ജനത്തിനും പറഞ്ഞു കൊടുക്കും. പ്രവാചകന്മാർ, പുരോഹിതന്മാർ ജനത്തിന് വേണ്ടിയും രാജാവിന് വേണ്ടിയും മധ്യസ്ഥ വഹിച്ച് ദൈവസന്നിധിയിൽ യാഗങ്ങൾ അർപ്പിക്കും, ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കും. രാജാവ് രാജ്യം ഭരിക്കും. 3 ഭരണസിരാ കേന്ദ്രങ്ങൾ, പ്രവാചകനും പുരോഹിതനും രാജാവും. അന്ന് ഹിസ്കിയ രാജാവാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഹിസ്കിയ രാജാവ് നല്ലതുപോലെ രാജ്യം ഭരിച്ച നല്ലൊരു രാജാവായിരുന്നു. ഹിസ്കിയ രാജാവ് പ്രതാപശാലിയായ രാജാവായിരുന്നു. അന്ന് ആ കാലത്ത് യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലമാണ്. യെശയ്യാ പ്രവാചകൻ, ഹിസ്കിയ രാജാവ്, യെശയ്യാ പ്രവാചകൻ പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്നു. രാജാവ് അതെല്ലാം കേട്ട് ജനത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് രാജാവിന് രോഗം വന്നത്. രോഗം സാരമില്ലെന്ന് വിചാരിച്ചത്. കൊട്ടാരം വൈദ്യന്മാരൊക്കെ ചികിത്സിച്ചു, സാരമില്ലെന്ന് ഓർത്തു. ഒരു ദിവസം ദൈവം യെശയ്യാവോട് പറഞ്ഞു, യെശയ്യാവേ, നീ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുക. രാജകൊട്ടാരത്തിൽ ചെന്ന് നീ രാജാവിനോട് ഞാൻ തരുന്ന അരുളപ്പാട് നീ പ്രസ്താവിക്കുക. പ്രവാചകൻ അനുസരിക്കുമല്ലോ. പ്രവാചകൻ അനുസരിച്ചു. നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാക്കളുടെ വളരെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രവാചകനെ സ്വീകരിച്ചു. പ്രവാചകനോട് പറഞ്ഞു, ഇരിക്കാമെന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യം നിന്നെ അറിയിക്കാൻ ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് രാജാവിനെ അറിയിക്കാൻ വന്നതാണ്. അയ്യോ, എന്താണാവോ ദൈവത്തിൻ്റെ കൽപ്പന? ഉടനെ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ഞെട്ടിപ്പിക്കുന്ന വാക്കാണ് കേട്ടത്. ദൈവം അരുളിച്ചത് വാക്കാണ്. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. സാരമില്ലെന്ന് വിചാരിച്ചത്, രോഗം സാരമില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ രോഗം കൂടിക്കൂടി വന്നേ ഉള്ളൂ. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൽപ്പന, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ഇതേ കാര്യം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അവിടെ നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നീ ശേഷിക്കുകയില്ല എന്ന് പറയുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നിനക്ക് സൗഖ്യമാകുകയില്ല. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നീ നിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമത്തിലാക്കൂ, എന്നിട്ട് നീ മരിക്കാൻ ഒരുങ്ങൂ എന്ന് ദൈവം പറയുന്നു. പ്രവാചകൻ പറഞ്ഞിട്ട് പോയി. പ്രവാചകൻ പറഞ്ഞിട്ട് പടിക്കെട്ട് ഇറങ്ങി അങ്ങ് പോകുകയാണ് കൊട്ടാരത്തിൽ നിന്ന്. രാജാവ് എഴുന്നേറ്റ് പയ്യെ പിടിച്ച് നടന്നു. അവിടെ ആ മുറിക്കകത്ത്, രാജാവിൻ്റെ സിംഹാസനമുള്ള ആ മുറിക്കകത്ത് രാജാവ് ചെന്ന് ചുമരിലേക്ക് കൈ ഇങ്ങനെ പിടിച്ചു. ചുമരിലേക്ക് കൈ പിടിച്ചിട്ട് ചുമരിലേക്ക്, അപ്പോൾ മുമ്പിൽ ചുമര് മാത്രമേ കാണാനുള്ളൂ. അങ്ങോട്ട് നോക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് കരുണ തോന്നണമേ. ദൈവമേ, നീ എന്നോട് കരുണ തോന്നണമേ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അയ്യോ യഹോവേ, എന്താണ് ഇങ്ങനെ വന്നത്? ഞാൻ എത്ര ബഹുമാന്യതയോടുകൂടി ഞാൻ നിൻ്റെ വേല ചെയ്തവനാണ്. ഞാൻ ഏറ്റവും യോഗ്യമായി രാജ്യം ഭരിച്ചവനല്ലേ. എനിക്കെന്താ ഇങ്ങനെ വന്നത്? എനിക്കിനി ഈ മധ്യപ്രായത്തിൽ ഞാൻ മരിച്ചു പോകണമോ?
ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. 10-ാം വാക്യം: എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു. ആയുസിൻ്റെ മധ്യാഹ്നമേ ആയിട്ടുള്ളൂ, ഉച്ചനേരമേ ആയിട്ടുള്ളൂ, ഇനിയും ഏറെ മണിക്കൂറുകളുണ്ട്. ഈ ആയുസിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുമോ? അയ്യോ, ഞാൻ മരിക്കേണ്ടി വരുമോ? എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ആയുസിൻ്റെ ഇനിയുള്ള ശേഷിച്ച കാലങ്ങളെല്ലാം തീർന്നു പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല. ഭൂമിയിൽ വെച്ച് ഞാൻ ദൈവത്തിനെ കാണുകയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭൂവാസികളായ മറ്റു മനുഷ്യരുടെ ഇടയിൽ വെച്ച് ആ ഒരു മനുഷ്യനെയും ഞാൻ കാണുകയില്ലല്ലോ, ഞാൻ അപ്പുറത്തേക്ക് പറന്നു പോകുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. എൻ്റെ ഈ ഭൗതികമായ പാർപ്പിടം നീങ്ങി ഒരു ഇടയൻ്റെ കൂടാരം പോലെ അപ്പുറത്തേക്ക് ഞാൻ പോവുകയാണ്. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ എൻ്റെ ജീവനെ ചുരുട്ടി വെച്ചിരിക്കുന്നു. തീർന്നു, ആയുസ് തീർന്നു. ദൈവമേ, ഞാനിതാ തീരാൻ പോവുകയാണല്ലോ. ആ വചനം ഹിസ്കിയാവിൻ്റെ ഹൃദയത്തെ തൊട്ടു. പ്രവാചകൻ്റെ നാവിൽ കൂടി വന്ന നിത്യനായ ദൈവത്തിൻ്റെ വചനം രാജാവിൻ്റെ ഹൃദയത്തെ പിളർന്നു. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഗൗരവമേറിയൊരു ദൂതാണ് കിട്ടിയത്, ഗൗരവമേറിയൊരു സന്ദേശമാണ് കിട്ടിയത്. ഇനി നിനക്ക് ആയുസില്ല എന്നാണ് പറയുന്നത്, ഇനിയേറെ കാലം നിനക്കില്ല എന്നാണ് പറയുന്നത്. തീരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിവേഗം എല്ലാം ഒന്ന് ക്രമത്തിലാക്കിക്കൊള്ളൂ. ഗ്രഹകാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കിക്കൊള്ളൂ. അനേകം കാര്യങ്ങൾ ക്രമത്തിലാക്കാനുണ്ടല്ലോ. ഇന്ന് പലതും ഓർഡറിലല്ലല്ലോ. എല്ലാം ഓർഡറിലാക്കുക, എല്ലാം ക്രമത്തിലാക്കുക. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയ രാജാവ് കരഞ്ഞു. ഹിസ്കിയ രാജാവ് ഏങ്ങലടിച്ച് കരഞ്ഞു. ഹിസ്കിയ രാജാവ് കരഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും യെശയ്യാവിന് അരുളപ്പാടുണ്ടായി. നീ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ല്. ദൈവം പറയുകയാണ്, നീ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ല്. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ഈ രാജാവിനോട് പറയുക. ദൈവം കൊടുത്ത വാക്കുകൾ പറയാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ പ്രാർത്ഥന കേട്ടു. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. നിന്റെ ആയുസ് ഇപ്പോൾ തീരുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞ വചനം ഞാൻ മാറ്റിയിരിക്കുന്നു. നിന്റെ ആയുസ് ഇപ്പോൾ തീരുകയില്ല. 15 കൊല്ലം കൂടി ആയുസ് നീട്ടി തന്നിരിക്കുന്നു. ഞാൻ ഇതാ ഒന്നുകൂടെ വായിക്കുക വാക്യം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള ദൈവം മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ തിരിഞ്ഞു വരികയാണ്. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര സ്നേഹമാണ്. ഹിസ്കിയ രാജാവ് ചെയ്തത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുമ്പോൾ കാണാം, ഹിസ്കിയ രാജാവ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇതാ തീരാൻ പോവുകയാണല്ലോ, എൻ്റെ പാവങ്ങളൊക്കെയും നീ എന്നെ മാറ്റിത്തരണമേ. അതാണ് പ്രാർത്ഥിക്കുന്നത്. അത് പിന്നീട് വായിക്കുമ്പോൾ കാണാം, നീ എൻ്റെ സകല പാവങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞത് കൊണ്ട് എന്നാണ് പറയുന്നത്. പാവങ്ങളെല്ലാം എറിഞ്ഞു കളഞ്ഞു. നിത്യനായ ദൈവം ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞത് അതാണ്. പാവങ്ങളൊക്കെയും മാറ്റിക്കൊള്ളുക, നിൻ്റെ നടപടികളൊക്കെയും മാറ്റിക്കൊള്ളുക, നിൻ്റെ ദുരുദ്ദേശങ്ങളൊക്കെയും മാറ്റിക്കൊള്ളുക, നിൻ്റെ തെറ്റായ പ്രവൃത്തികളൊക്കെയും മാറ്റിക്കൊള്ളുക, തെറ്റായ മനോഭാവങ്ങൾ നീക്കിക്കൊള്ളുക, എല്ലാ തിന്മയും മാറ്റിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഹിസ്കിയ രാജാവ് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞതാണ്, കർത്താവേ, ഞാനൊരു പാപിയാണല്ലോ, ഞാൻ നീതിമാനാണെന്ന് ലോകം ധരിച്ചു, പക്ഷേ ദൈവമേ, നിനക്കെന്നെ അറിയാമല്ലോ, ഞാനൊരു പാപിയാണല്ലോ, അനേകം പാപങ്ങൾ എനിക്ക് വന്നു പോയിട്ടുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ രാജാവ് എന്നുള്ള നിലയിലും മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും ഞാൻ പല പാപങ്ങളും ചെയ്തു പോയവനാണല്ലോ. കർത്താവേ, ഞാൻ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ നോക്കിയാൽ എനിക്ക് ക്രമത്തിലാക്കാൻ സാധിക്കുകയില്ല. തെറ്റുകൾ എന്തെല്ലാമാണ് സംഭവിച്ചു പോയത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ തിരുത്തുവാനുള്ള ഒരവസരം കർത്താവ് കൊടുക്കുകയായിരുന്നു, ഒരവസരം തരികയായിരുന്നു. ഇത് അസമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഹിസ്കിയ രാജാവ് പറയുകയാണ്, എനിക്ക് ഈ കയ്പേറിയ അനുഭവം ഉണ്ടായതുകൊണ്ട്, ഈ രോഗം, മാരകമായ രോഗം വന്നതുകൊണ്ട്, മരിക്കത്തക്ക രോഗം വന്നതുകൊണ്ട്, അത് നന്നായി എനിക്ക് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാമല്ലോ, അവസരം തന്നല്ലോ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമല്ലോ, എൻ്റെ പാപങ്ങളൊക്കെയും കർത്താവ് മാറ്റിത്തരുന്ന മഹാസന്തോഷം എനിക്ക് ലഭിക്കുമല്ലോ. എന്തൊരു ഭാഗ്യം എൻ്റെ സഹോദരീ സഹോദരങ്ങളെ. മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം കഴിഞ്ഞകാല ജീവിതത്തിൽ പോയ പാവങ്ങളെല്ലാം മുഴുവനും വിട്ടുകളയുക എന്നുള്ളതാണ്. സകല പാപവും കഴുകി കിട്ടുക എന്നുള്ളതാണ്.
ഈ ജീവിതവസ്ത്രം അലക്കി കിട്ടുക എന്നുള്ളതാണ്. ജീവിതവസ്ത്രം അലക്കി കിട്ടണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ കറകളെല്ലാം മാറ്റി കിട്ടണം. വന്നുപോയ തെറ്റുകൾ ഒന്നോ രണ്ടോ അല്ലല്ലോ. ചിന്തിച്ചു നോക്കൂ, നമുക്കറിയാമല്ലോ. മനോഭാവത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, വാക്കുകളിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, പ്രവൃത്തികളിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാം ദൈവസന്നിധിയിൽ കുറിച്ച് വെച്ചിട്ടുമുണ്ട്. സ്നേഹിതരെ, ഞങ്ങളോട് പറയട്ടെ, അതിവേഗം ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. നിനക്ക് സൗഖ്യമാകുകയില്ല. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ഏതെങ്കിലും കാര്യത്തിൽ ക്രമപ്പെടുത്താനുണ്ടോ? പാപമോചനം കിട്ടേണ്ട കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ട്, എന്തെല്ലാം തിരുത്താനുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങൾ, അതിവേഗം ഒട്ടും വൈകരുത്. അതിവേഗം തിരുത്തിക്കൊള്ളുക. പരിശുദ്ധാത്മാവിൻ്റെ വചനം സ്വീകരിച്ചു കൊള്ളുക. അതിവേഗം ക്രിസ്തുവിനെ കണ്ടുകൊള്ളുക. അതിവേഗം ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചു കൊള്ളുക. ക്രൂശിലെ തിരുരക്തം പാപമോചനം നിന്ന് രക്ഷിക്കുന്നതാണെന്നുള്ളത് അത്ഭുത സത്യം ഗ്രഹിച്ചു കൊള്ളുക. അതിവേഗം യേശുവിനെ സ്വീകരിച്ചു കൊള്ളുക. കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ വകയായി ജീവിക്കാൻ തീരുമാനമെടുത്തുകൊള്ളുക. വൈകേണ്ട, അതിന് താമസിക്കേണ്ട. നാളത്തെ ദിവസം എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല. നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തകർന്നവരായി നിങ്ങൾ കർത്താൻ തിരുമുഖത്തേക്ക് നോക്കുക. അടുത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുവീൻ, തൊട്ടടുത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുവീൻ. ക്രിസ്തുവിനോട് പറയൂ, കർത്താവേ, ഐ വിൽ നെവർ ബി ദ സെയിം. ഇതുവരെ ആയിരുന്ന പോലെ അല്ല ഞാൻ ഇനി ഞാൻ ഇതുവരെ ആയിരുന്ന പോലെ അല്ല കർത്താവേ, ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഐ വിൽ നെവർ ബി ദ സെയിം. ഇല്ല, ഇതുവരെ ആയിരുന്നു ഞാൻ മരിച്ചുപോയി. ഇതാ ഞാൻ പുതിയ മനുഷ്യനാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയാണ്. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹൃദയത്തിൽ തീരുമാനം വരുന്നുണ്ടോ? അങ്ങനെ തീരുമാനമെടുത്തവർ മാത്രം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുവീൻ. ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇരുകരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ഇതിൻ്റെ മഹത്വമുള്ള വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തെ തൊട്ടതിനായി സ്തോത്രം. അനേകർക്ക് പുതിയ തീരുമാനങ്ങൾ നൽകിയതിനായി സ്തോത്രം. യേശുനാഥ, അവിടെ ക്രൂശിൽ ചിന്തിയ രക്തത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. ക്രൂസിൻ്റെ രക്ഷാ സന്ദേശങ്ങൾ അറിയിച്ചതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. മഹത്വം അരിമനുഷ്യനായ യേശുക്രിസ്തുവിന് മാത്രം. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.